തിരുവനന്തപുരത്ത് പാറശാലയിൽ ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം നൽകി ഷാരോൺ രാജിൻ്റെ കാമുകി ഗ്രീഷ്മ കൊന്ന കേസിൽ കോടതി, നെയ്യാറ്റിൻകര കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ്. ഗ്രീഷ്മ തൻ്റെ കാമുകന് വിഷം നൽകി കൊന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തിനെ അംഗീകരിച്ചുകൊണ്ട് കോടതി ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ ഗ്രീഷ്മയ്ക്ക് നൽകിയ വധശിക്ഷ കേരള സമൂഹം എങ്ങനെ കാണുന്നു എന്നതാണ് നാം നമ്മുടെ സമൂഹത്തോട് തന്നെ ചോദിക്കുന്നു. നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഈ കൊലക്കുറ്റത്തിന് കോടതി വിധിയെ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്ന് നാം അവരോട് ചോദിക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. ആ വിധിയെക്കുറിച്ച് ഒരു നിയമ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ വിധിയെ അനുകൂലിക്കുക തന്നെയാണ്. സ്നേഹത്തിന് വില കൊടുക്കാതിന് പുറമെ ആ ചെയ്ത തെറ്റിന്, ആ ക്രൂരമായ തെറ്റിന് ഈ വിധി തന്നെയാണ് നമ്മൾ അർഹമായ ശിക്ഷ തന്നെയാണ്. പ്രായപരിധിയോ അല്ലെ ജെൻഡറോ ഒന്നും ഇതിൽ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈക്വൽ നിയമം എന്ന് പറയുമ്പോൾ ആ ജെൻഡറിനും ഇതിനൊന്നും പ്രത്യേക ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആ ചെയ്ത കുറ്റത്തിന് അർഹമായ ശിക്ഷ. കാരണം ഈ വിധി, ഈ ഡെത്ത് പെനാൽറ്റിയായി കൊടുക്കുന്നത് അത്രയും ക്രൂരമായ ഒരു ഇതിനാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളെ കൊന്നതിന് കൊടുക്കില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വഞ്ചിച്ച് കൊന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഹൈക്കോടതിയിലോ മറ്റൊക്കെ പോകാൻ സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിലേക്ക് അപ്പീലിന് പോകാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ശരിയാണ്, ഈ പരിഗണന ഇപ്പോൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ജെൻഡർ പരിഗണനയും ഈ പ്രായവും ഒക്കെ. പക്ഷേ ഈ വിധിയെ ഞാൻ അനുകൂലിക്കണേണ്. എന്തായാലും ഇതുപോലെ വരണം. നമ്മുടെ പല അല്ലേ പിന്നെ പല ഉത്തരവുകളും ഇത് കൂട്ട് തന്നെ വരണം, പല വിധികളും. അതെ. എന്തായിരുന്നു പേര്? ഐമൻ. എൻ്റെ അഭിപ്രായം തെറ്റാ ശരിയാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിന് ശരിയാക്കിയാണ്. കാരണം ആ ആൺകൊച്ചിനും അതേ പ്രായം തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരി തന്നെയാണ്. അത് ഇനിയുള്ള ആൾക്കാർക്ക് അതൊരു അനുഭവമാവണം. എന്താണ് ഈ വിധിയെക്കുറിച്ച് പറയാനുള്ളത്? ശരിയായിട്ടുള്ള വിധി തന്നെയാണ്, ന്യായമായിട്ടുള്ള വിധി. കോടതി വിധിയെ അനുകൂലിക്കുക തന്നെയാണ്. എന്തായിരുന്നു എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തി കൊല്ലരുത്. അതെ, ഒരു മെസ്സേജ് ആയിരിക്കണം. തീർച്ചയായിട്ടും സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ്. ശരിക്കും ഇഷ്ടപ്പെട്ട പുരുഷനെ ആണ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട പുരുഷനെ വിഷം നൽകി കൊല്ലുക എന്നൊക്കെ പറയുന്നത് എന്ത് പറയുന്നു? എന്താ പറയാൻ? അതെ, വധശിക്ഷ തന്നെയായിരുന്നു തീർത്തുയോ വേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നത്. അതിനാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ പറയുന്നത്? അത് തന്നെയാണ്. അങ്ങനെ ആ അഭിപ്രായം തന്നെയാണ്. വെറുതെ ഒരാളെ കൊല്ലുന്ന ആളോ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഒതുങ്ങിയേക്കും. പിന്നെ ആ പെണ്ണും പറഞ്ഞിരുന്നു ജീവപര്യന്തം കഴിഞ്ഞിട്ട് അവൾ പുറത്തിറങ്ങും, പിന്നെ ജീവിക്കുമെന്നൊക്കെ. അപ്പോൾ അഹങ്കാരത്തിന് കിട്ടിയില്ല, അത് ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന് വില കൊടുത്തില്ല. സ്നേഹത്തിന് വില കൊടുത്ത് വേണ്ടെങ്കിൽ ഉപേക്ഷിക്കായിരുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റായിരുന്നു. തീർച്ചയായിട്ടും ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ വിധി, കോടതി വിധി ശരിക്കും സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്തായിരുന്നു? മെസ്സേജ് ഇതിലൊരു മെസ്സേജ് ഉണ്ട്, അങ്ങനെ ഒരു മെസ്സേജ് അതിലുണ്ട്. നല്ല വിധിയാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ലല്ലോ. ഇത് എല്ലാവർക്കും ഒരു പാഠമാണെന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ സ്നേഹത്തിന് വില കൊടുത്തില്ല. സ്നേഹമല്ലല്ലോ വലുത്, അങ്ങനെയാണെങ്കിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമായിരിക്കും. അപ്പോൾ അത് തെറ്റല്ലേ? അതെന്താ പറയുന്നത്? ആ വിധിയെക്കുറിച്ച് എന്താ പറയുന്നത്? കോടതിയുടെ തീരുമാനം, ആ വിധി നല്ലതാണ്. കോടതി വിധി ഒക്കെ അതിനെ പറയാനുള്ള കണ്ടു അല്ലേ? കണ്ടതാണത്. അപ്പോൾ ആ വിധിയെക്കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ആ സ്നേഹം ഇല്ലാതാണ്ട് എന്തിനാ ഞാൻ പെണ്ണ് ജീവിക്കുന്നത്? അതിനെക്കാട്ടി കൊല്ലുന്നത് നല്ല കൊല്ലുന്നതാണ് എൻ്റെത്. വധശിക്ഷ അവൾക്ക് അർഹമായ ഒരു കാര്യമാണത്. കാരണം അപൂർവമാണെന്നാണ് കോടതി തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു കാമുകനെ അവളെ 1000 സ്വർണത്തിന് തുല്യമായിട്ട് സ്നേഹിച്ച് ആ പയ്യൻ അവളെ വിശ്വസിച്ചിട്ടാണ് അവൾ കൊടുത്ത ദ്രാവം കഴിക്കുന്നത്. അവൾക്ക് അവളുടെ ജീവിത സുഖം മറ്റൊരിതിലേക്ക് തേടിയിട്ടാണ് അവൾ ഇവനെ ഇല്ലായ്മ ചെയ്യുന്നത്. നിരപരാധിയായൊരു പയ്യൻ, അവൾ ക്ഷണിക്കുന്നു, ആ പയ്യൻ ചെല്ലുന്നു. എന്താ പറയുക, സ്നേഹത്തിൻ്റെ വില അവൾക്ക് അറിയില്ല. പക്ഷേ 1000 സ്നേഹം കൊണ്ട് നിർത്തിയ പയ്യനെ, ആ യുവാവിനെ അല്ലെങ്കിൽ ആ വ്യക്തിനെ, അവൻ്റെ ജീവൻ തന്നെ അവളില്ലായ്മ ചെയ്യാണ്. അങ്ങനെ കാര്യത്തിൽ ഇനിയുള്ള ആരും ഇതിന് മുതലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി അവൾക്ക് വധശിക്ഷ കൊടുത്തത്. അത് 100% ഞാൻ അതിനെ വെൽക്കം ചെയ്യും. കാരണം അവൾ അതിന് അർഹതപ്പെട്ടതാണ്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇതെന്നും നടപ്പിലാക്കിയത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്താണ് ഇത് വഹിക്കുന്നത്. കോടതിക്ക് അത് ബോധ്യമാകൊണ്ടാണല്ലോ അവർ
അമ്മാവനും അതിനകത്ത് പങ്കുണ്ടായിരുന്നു, അമ്മാവനും വിധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എത്രയും വേഗം നടപ്പിലാക്കി മറ്റുള്ളവർക്ക് മാതൃകയും കൂടി കാണിച്ചു കൊടുക്കും. അതിന് മേൽക്കോടതിയിൽ പോയി വീണ്ടും അവിടെ നിന്ന് മറ്റേ ഹൈക്കോടതിയിൽ പോയി ഇനി സാധ്യത ഉണ്ടാവും. ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി അവർ ഗ്രൗണ്ട് ഉണ്ട്, അത് നീട്ടി വീണ്ടും മറ്റേ നമ്മുടെ ജീവപര്യന്തമാക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും. പക്ഷേ ഏതായാലും ആ വിഷയത്തെ അനുകൂലിക്കുന്നു. ഞാൻ ആ വിധിയെ കേരളീയ ജന അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ട്രെയിനിലുണ്ടായ കൊച്ചന സ്വാമി ഗോവിന്ദസ്വാമി അത് ഇപ്പോഴും ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. അത് നമുക്ക് വ്യക്തമായ തെളിവും കാര്യങ്ങളുണ്ടായിട്ടാണ് അവന് വധശിക്ഷ വിധിച്ചത്. അവന് ഭക്ഷണം കൊടുത്ത് അവനെ ജയിലിലിട്ടൊക്കെയാണ്. ഇവിടെയും കൊണ്ടുവന്ന് ജയിലിലിടും ഭക്ഷണം കൊടുത്ത്. പക്ഷെ അതല്ല നടപ്പിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം ഗവൺമെൻറ് നടപ്പിലാക്കുക. 1, 2, 3 നടപ്പിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഇനിയുള്ള വ്യക്തികൾക്ക് അതൊരു മാതൃക എന്ന് മാത്രമല്ല, കുറച്ച് ആൾക്കാർ ഇതിന് പിന്മാറും. ഇത്തരമുള്ള കാര്യങ്ങൾ ബോധമുള്ള ജനതയാണല്ലോ കേരള ജനത. അപ്പോൾ അതിൽ നിന്ന് അവർ മാറട്ടെ. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ നിന്നും ഇതൊന്നും അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. എത്രയും ദിവസത്തെ തയ്യാറെടുപ്പോട് കൂടി അവർ ചെയ്യുന്നറിയാം. സ്വാഭാവികമായിട്ടൊരു ദേഷ്യത്തിന് അവളെ അത് ആക്രമിക്കാൻ അവളെ കുത്തിക്കൊന്നു, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതല്ല, അവളെന്ന വ്യക്തിയുടെ ഉള്ളിൽ ദീർഘനാളത്തെ പദ്ധതിയുടെ ഭാഗമാണ് ഈ വിഷം കൊടുത്ത് അവനെ കൊല്ലുന്നത്. അല്ലാണ്ട് 1 ദിവസം 2 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പദ്ധതി എന്നുള്ളത്. അവൾക്ക് അത്ര മാന്യമായ രീതിയിനകത്ത് അത് ഒഴിവാക്കാം. എൻ്റെ മരണം എനിക്കിഷ്ടം തന്നെ ഇഷ്ടമില്ല, നീ പിരിഞ്ഞു പോവുക എന്ന് അവൾക്ക് പറയാൻ വേണ്ട മനസ്സുണ്ടാവാണ്ട് അവനെ വധിക്കുകയാണ് സമൂഹത്തിൽ, അവനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും മരണശിക്ഷ തന്നെ വിധിച്ചത് നന്നായി. അത് എത്രയും വേഗം നടപ്പിലാക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.